എനിക്കേറെ പ്രിയപ്പെട്ട ജനചന്ദ്രൻ സാറിൻ്റെ മകളുടെ വിവാഹം, ആ വിവാഹത്തിൻ്റെ ഏറ്റവും കൃത്യമായ സ്ഥലത്ത് പലരും പല ബിംബങ്ങളും ദൈവിക ചിത്രങ്ങളും അല്ലെങ്കിൽ അത്തരം അടയാളങ്ങളും വെക്കുന്നിടത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ വാചകങ്ങൾ എഴുതി വെച്ച ആ വ്യത്യസ്തതയോടെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഇന്ന് നടന്നു. ഞാൻ കുറേ സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തു. കാരണം ഈ ജനചന്ദ്രനുമായി ഏതാണ്ട് 1/4 നൂറ്റാണ്ടിൻ്റെ ബന്ധമുണ്ട് എനിക്ക്. ഞാൻ MSW ഒക്കെ പാസ്സായി ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഒരുപോലെ ഗുരുവായിരുന്ന അഡ്വക്കേറ്റ് M ഇബ്രാഹിം കുട്ടി എന്ന കുലശേഖരപുരം പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം ഹൗസ് ഫണ്ടിൻ്റെ ചെയർമാനുമൊക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിലാണ് അന്ന് പഞ്ചായത്തിലെ UD ക്ലർക്കായി എത്തിയ ജനചന്ദ്രനും ഞാനും ഒക്കെ പരിചയപ്പെടുന്നത്. പിന്നീട് ഒരുമിച്ച് ഒരുപാട് വൈവിധ്യപൂർണമായ പദ്ധതികൾ, അതിൻ്റെ തലക്കെട്ടുകൾ, അതുണ്ടാക്കലുകൾ, അത് നടപ്പിലാക്കലുകൾ ഒക്കെ ഇങ്ങനെ തുടർന്നു പോയി. അദ്ദേഹം LD ക്ലർക്കിൽ നിന്ന് UD ക്ലർക്കും, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സൂപ്രണ്ടും, പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ ആയി വിരമിക്കുന്നത് വരെയും ഒരു വിളിക്കപ്പുറത്ത് മോനെ എന്ന വിളിയിൽ അണ്ണനെന്ന് വിളിക്കുന്ന ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം ഒരുമിച്ച് അങ്ങനെ കടന്നുപോയി. അന്ന് പരിചയപ്പെടുമ്പോഴൊക്കെയുള്ള കുട്ടിയായിരുന്ന അനുപമയാണ് മകളിൽ നിന്ന് വിവാഹം കഴിച്ചത്. പത്മകുമാറാണ് ആ വരൻ്റെ പേര്. ഞാൻ ഈ കല്യാണം അദ്ദേഹത്തിന് തീരുമാനിച്ച് അതിൻ്റെ ചടങ്ങുകളൊക്കെ പ്ലാൻ ചെയ്തപ്പോഴേ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ഇതിലെന്തായിരിക്കും ഈ ചന്ദ്രണ്ണൻ വെറൈറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു വെറൈറ്റി യഥാർത്ഥത്തിൽ ആ വിവാഹ ചടങ്ങിൻ്റെ ശ്രീധരീയം എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലെ ഓഡിറ്റോറിയത്തിൻ്റെ ആ കയറി വരുന്ന വാതിലിൽ തന്നെ അങ്ങോട്ട് സ്ഥാപിച്ചു വച്ചിരിക്കുകയായിരുന്നു ചന്ദ്രണ്ണൻ. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ വാചകങ്ങൾ വളരെ ഭംഗിയോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങളിൽ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന വാചകമാണ് ആമുഖമായി എഴുതി ആ കയറുന്ന വാതിലിൻ്റെ അവിടെയായി സ്ഥാപിച്ചിരിക്കുന്നത്. അതിനു ചുറ്റും ഒരു ദീപാലങ്കാരവും വിളക്കുമൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ ആ സ്ഥലങ്ങളിൽ ഹൈന്ദവ മതവിശ്വാസത്തിൻ്റെ കല്യാണവേളകളിൽ കാണുന്നത് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട ദൈവങ്ങളുടെ ബിംബങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ അത്തരം അലങ്കാരങ്ങളോ ആണെങ്കിൽ ഇവിടെ ഭരണഘടന തന്നെയാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചത്. അതൊരു വ്യത്യസ്തതയും കൗതുകവുമായി തോന്നി. 2 ആംഗിളിൽ. ഒന്ന്, ഇതാണ് പരമപ്രധാനമെന്ന് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത. ഒപ്പം ഈ ഭരണഘടനയാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് പല രൂപത്തിൽ, ഭാവത്തിൽ. അതിൻ്റെ അന്തസത്ത, അതിൻ്റെ മൂല്യങ്ങൾ, അത് നൽകുന്ന വാഗ്ദാനങ്ങൾ, ഇതൊക്കെ അപകടപ്പെടുന്ന ഒരു കാലത്ത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി എനിക്ക് തോന്നി. ഒരു ചിന്താപരമായ പ്രതിരോധം അല്ലെങ്കിൽ അത്തരമൊരു സംഗതി. മകളുടെ വിവാഹത്തിൻ്റെ ദിവസത്തിലും അത്തരമൊരു ചിന്ത ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടണമെങ്കിൽ ആ മനുഷ്യൻ ജീവിച്ച സാഹചര്യങ്ങളും ബന്ധപ്പെട്ട സാമൂഹ്യ ചുറ്റുപാടും സൗഹൃദങ്ങളും ഇടപെടലുകളുമൊക്കെ തീർത്ത ആ വൈവിധ്യങ്ങളുടെയും ബഹുസ്വരതയുടെയും മനോഹാരിത അത് ഉൾക്കൊണ്ട ഒരാൾക്ക് മാത്രമേ സാധ്യമാകൂ. ജനചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് വസ്തുതാപരമായി ശരിയായൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്. ഈ സമൂഹത്തിന് നടുവിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരോട്, എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളോട്, എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളോട് ഒക്കെ വേറിട്ട നിലയിൽ ചിരിച്ചും വർത്തമാനം പറഞ്ഞും. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ പദവികളിലെത്തുമ്പോൾ പിന്നെ മസിൽ പിടുത്തക്കാരും അഥവാ ചിരിച്ചാൽ അടിയിലൂടെ നീട്ടുന്ന കയ്യിലൂടെ പൊതി വാങ്ങിക്കലുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള ഏർപ്പാടുകളിലുമൊക്കെ നിറഞ്ഞു നിന്നപ്പോൾ ജനചന്ദ്രൻ എന്ന ചന്ദ്രണ്ണൻ ഇതൊന്നും ഏശാത്തവണ്ണം വളരെ സന്തോഷത്തോടെ സമൃദ്ധമായി സ്വതസിദ്ധമായ ശൈലിയിൽ ജീവിച്ചു പോന്നു എന്നതാണ് ഒരു സത്യം. ആ ചിരി
മായാതെ തന്നെ ഒരാശങ്കയും എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സോ ടെൻഷനോ ഒന്നുമില്ലാതെ ഇന്നത്തെ ദിവസവും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കൗതുകം. ഞാൻ ഇതിനിടയിലൂടെ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഈ ഭരണഘടന ഇവിടെ ഇടം പിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ മറുപടി കൃത്യമായിരുന്നു. എല്ലാം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഈ രാജ്യമെന്ന ഒരു എൻറ്റിറ്റിയിൽ ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവിടെയാണ് അവസാനിക്കേണ്ടതും. ഇതാണ് ഭദ്രമായി സൂക്ഷിക്കേണ്ടതും. ഇതാണ് ഹൃദയത്തിൽ പതിപ്പിക്കേണ്ടതും. നന്ദി. ആ മക്കൾ വളരെ സന്തോഷത്തോടെ ദീർഘകാലം ജീവിച്ച് നല്ല ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ ജീവിതം ആശംസിക്കുന്നു.